പ്രിയ കലാസ്നേഹികളെ, പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കുട്ടി തട്ടക്കേറ്റുന്ന അടുത്ത നാടകം ഹെൽത്ത് ഇൻസ്പെക്ടർ. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമോഹമൊന്നുമില്ല. ഗതി പിടിക്കില്ല. ബെന്നി സാർ അങ്ങനെ പറയല്ലേ. പട്ടവിള ജയകുമാറിന് പ്രായമില്ലേ? താനൂർ അബ്ദുള്ളക്ക് പ്രായമില്ലേ? അവരൊക്കെ 50-100 പേരെ ഇടിച്ചിടുമ്പോ ഞാൻ മാത്രം ഇടിച്ചോണ്ട് നിന്നാ മതിയോ? വേണ്ട വേണ്ട. കുട്ടനായിട്ട് ജനിച്ചാ മതിയായിരുന്നു. അച്ചുവേ, അതുപോലെ ഒന്നും നിനക്കും വേണ്ടടാ. ആ ദൈവം തരും. നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. കുഞ്ഞനും കുത്തണ്ട. എടാ തിരുമാലി, എന്തെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും, അന്ന് ഞങ്ങൾ തരും പലിശ മുതലായി ചേർത്ത്. ഒടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ? ക്രിസ്റ്റഫർ, ഇങ്ങ് വാ. സോഫിയ, എനിക്ക് നിന്നെ കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അത് അസ്ഥാനത്താക്കരുത്. ആരൊക്കെയാ ഈ ചത്തുപോയവര്? 150 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാരണവരുണ്ടായിരുന്നു. ஐயா, என் பேர் மாணிக்கம். எனக்கு இன்னொரு பேர் இருக்கு. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ഇവന് മനസ്സിലായില്ലേ? പൊറിഞ്ചു. അന്ന് വന്നപ്പോ വേറെന്തോ പേരാണല്ലോ പറഞ്ഞത്. അതെ, ബിജു. തമാശ കളിക്കരുത്. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. ആടവിടെ. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഉള്ളിൽ സങ്കടം ഉണ്ട് ട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് ട്ടോ. ഓനെ തോൽപ്പിച്ച മോശമായടാ. നിങ്ങൾ തോറ്റാ മതിയേനു. നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കല്ലേ ഞാൻ. നീ ഓർത്തോ? ഓർത്തല്ല, ഞാൻ ഡെന്റിസ്റ്റ് പല്ല് ഞാൻ എടുക്കും. നീ സൂക്ഷിച്ചോട്ടോ. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ട. ഇതെല്ലാം സോൾവ് ചെയ്തോളാം. ഒരു കളി കളിച്ചാൽ തീരാവുന്ന പ്രശ്നം നമുക്ക്. ഇതാ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് 51 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് നേടിയിരിക്കുന്നത് മറ്റാരുമല്ല, ഷാജി പാപ്പൻ നേതൃത്വം നൽകുന്ന വിന്നേഴ്സ് പോത്തുമുക്ക്. നീ പറ. അതെ, കോണാട്ട് പ്ലേസ്. അങ്ങനെയുള്ള കോണാട്ട് പ്ലേസിലേക്ക് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. വരൂ, നമുക്കൊരു സവാരി പോവാം. അയ്യോ, ഞാൻ മണില്ല. എനിക്ക് സ്കൂളിൽ പോണം. ഇതിനൊന്നും വേണ്ടി ഒച്ച വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുകയാണ്. അത്രയും പ്രശ്നത്തിലാണ് ലോകം മുഴുവൻ. പുലിയാണ് കേട്ടാ. ഞാൻ പുലിയാണോ പോത്താണെന്നൊക്കെ അധികം വൈകാതെ തന്നെ നീ അറിയും. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് കമ്പനിയായ ആര് കമ്പനിയായി? പടർന്ന ഇതിന്റെ അകത്തായപ്പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇറക്കി വിട്ടേനെ. എന്താ മോനെ? നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്, കൺട്രിമേൻ. 28 വർഷത്തെ എന്റെ കാത്തിരിപ്പാണ്. ഞാനൊന്നും കളഞ്ഞിട്ടില്ല. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. ഇവരൊക്കെ ആരാണെന്നറിയോ? പിന്നെ ഇത് അരൂക്കുറ്റി ആന്റണി ആശാൻ. 3 കൊലക്കേസിൽ പ്രതിയാണ്. എന്താ പാടാ? എനിക്ക് പാടില്ല. അങ്ങനെയൊന്നുമില്ല, വെറുതെ കഴിഞ്ഞ കൊല്ലം എനിക്കായിരുന്നു. ആണല്ലേ? പിന്നെ
എന്ന് വെച്ച് ഏഷ്യനെറ്റ് എല്ലാ കൊല്ലവും കൊടുക്കൂല. റിപ്പർ കുട്ടൻ കൊല 3 കാശും കള്ളും കൊടുത്ത് ആളെ വിട്ട് ചെയ്യിച്ചിട്ടില്ല, ഒന്നും നേർക്ക് നേരെ ചെയ്തിട്ടുണ്ട്. കേട്ടാ പേടിക്കണ പലതും. ഭാനു, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓർമ്മിപ്പിച്ചതാ പ്രസിഡന്റ്, ഒന്ന് ഓർമ്മിപ്പിച്ചതാ. അങ്ങനെയൊന്നും പേടിക്കുന്നവനല്ലടാ ഈ ടോമി പാറേക്കാടൻ. വാള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് തകർച്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്. തോക്ക് കൈവശം വെച്ചാ കുഴപ്പമില്ല, ഉണ്ട കയ്യില് വെച്ചാ കുഴപ്പ. നിർത്തണം ഏരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. എടാ, നീയൊക്കെ ധാരാവി കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ട് സാല കുത്തെ കമീനെ ഉല്ലുക്ക പട്ട് കുത്തേക്ക ബച്ച് കളിയാക്കുന്നോടാ ബേവക്കൂഫ്. ഇപ്പൊ കണ്ണൻ സ്രാഗിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാഗിനെ കണ്ട ഇവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. യവന്മാര് ചോട്ട മുംബൈയിലെ കൊട്ടേഷൻ ടീമാ സർ. യവന്മാർക്കൊരു നേതാവും കൂടെ ഉണ്ട്, തലേന്ന് ഇരട്ടപ്പേരുള്ള ഒരു സൻ. ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ, നിന്നേം കൊല്ലും. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കടാ. ഇല്ല, വീഡിയോ ഒക്കെ കാണാറുണ്ട്. എടാ പൊട്ട, സബ്സ്ക്രൈബ് ചെയ്താലേ പുതിയ വീഡിയോ വരുമെന്ന് അറിയത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.